आज का जो वचन है वो ध्यान करते समय ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ടിരിക്കാം. प्रभु के सन्निधि में अपने आप को समर्पित करके बैठेंगे. നമുക്ക് നൽകി തരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആലോചനകളും प्रभु जो हमको योजना बताना चाहते हैं അതെല്ലാം നമുക്ക് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയോട് ദൈവസന്നിധി. वो हमको मिले, उसके लिए प्रार्थना से परमेश्वर की संगति में रहेंगे. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് आज का हमारा विषय ബോൾഡ്നെസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ധൈര്യം, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. पवित्र आत्मा के द्वारा हमको मिलने वाला धैर्य. 2 തീമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തയിലേക്ക് കടക്കാം. दूसरा तिमोथी 1 का 7 पढ़ते हुए शुरू करेंगे. 2 Timothy chapter 1 and verse 7. ദൈവത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. Yes. क्योंकि परमेश्वर ने हमें भय की नहीं पर सामर्थ्य और प्रेम और संयम की आत्मा दी है. Praise the Lord. हालेलुया. ദൈവം നമുക്ക് നൽകി തന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, അല്ലെങ്കിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. परमेश्वर ने हमें भय की आत्मा नहीं दी है. God has not given us a spirit of fear, प्रभु ने हमको भय की आत्मा नहीं दी है, but of love, प्रेम की, of sound mind संयम की and of boldness. और धैर्य की आत्मा दी है. Praise the Lord. हालेलुया. ദൈവത്തിന് അല്ലെങ്കിൽ ഭാവം, हालेलुया. ശക്തിയുടെ ആത്മാവ്, बल की आत्मा. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് परमेश्वर ने दिया हुआ पवित्र आत्मा ഭീരുത്വത്തിന്റെ ആത്മാവല്ല. वो भय की आत्मा नहीं है. ഭയന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. ദൈവമക്കൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ पवित्र आत्मा पाने के बाद डर के बैठने की जरूरत नहीं है. they have a great boldness. उनमें बहुत हिम्मत होती है. അവർക്ക് വലിയ ധൈര്യമുണ്ട്. उनमें बहुत हिम्मत है, because the power of God is moving in their life. क्योंकि परमेश्वर का बल उनमें कार्य कर रहा है. God's power is working so mightily in their life. उनके जीवन में परमेश्वर का बल काम कर रहा है. അതുകൊണ്ട് ഭീരുത്വത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് എന്ന കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ആരും അവിടെ ഇവിടെ ശ്രദ്ധിച്ച് അശ്രദ്ധയായിട്ടിരുന്നാൽ ഞാൻ വൈവാദിനം നിർത്തിയിട്ട് അവിടെ പോയിരിക്കും. Praise the Lord. I want your full attention here. यहाँ पे सबका ध्यान रहे. हालेलुया. Praise the Lord. We are before the Lord. हम यहाँ पे परमेश्वर के सामने हैं, ദൈവത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. इस वचन के सामने हैं, വളരെ ശ്രദ്ധയോടെ ദൈവത്തിനെ കേൾക്കണം. इसीलिए ध्यान से बैठे. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-15 വാക്യം. Romans 8:15. रोमी 8 का 15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ആ. ദാസ്യത്തിന്റെ ആത്മാവിനെ നിങ്ങൾ അല്ല, പിന്നെയും ഭയപ്പെടേണ്ടതിന്റെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ. പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. क्योंकि तुमको दासत्व की आत्मा नहीं मिली कि फिर भयभीत हो, परंतु लेपालकपन की आत्मा मिली है, जिससे हम हे अब्बा हे पिता कहकर पुकारते हैं. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നു. हमको भय की आत्मा नहीं मिली है. ഭയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ധൈര്യം. भय का विपरीत होता है हिम्मत या धैर्य. ഭയപ്പെടുന്ന ഒരു ആത്മാവല്ല ദൈവം നമുക്ക് തന്ന ആത്മാവ്. हमको डर या भय की आत्मा नहीं मिली है. It makes us boldness. वो हमको और हिम्मत देता है. Gives us boldness or makes us bold. वो हमको हिम्मत देता है. ഈ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചതെങ്കിൽ, यही आत्मा अगर हमको मिली है तो, പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചതെങ്കിൽ, पवित्र आत्मा ही हमें मिली है तो നമുക്ക് ധൈര്യം തരുന്ന ആത്മാവ്, वो हमको हिम्मत देती है. ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. हिम्मत के साथ आगे बढ़ने का प्रेरणा देती है पवित्र आत्मा. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, इसीलिए दाऊद राजा ने कहा, മരണത്തിന്റെ താഴ്വരയിൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. मृत्यु की तराई में भी मैं भयभीत नहीं हूँगा. I will not fear any evil. मैं किसी से भी भयभीत नहीं हूँगा. Though I have to go through the valley of the shadow of death. अगर मुझे मृत्यु की तराई से भी गुजरना पड़े, मैं भयभीत नहीं हूँगा. Because the Lord by the Holy Spirit is in them. हालेलुया. क्योंकि दाऊद राजा में पवित्र परमेश्वर की पवित्र आत्मा का वास है. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. नीति वचन നീതിവചനം 28:1. ആരും 28 का एक. ഓടിപ്പോകുന്നു, ആ. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. Praise the Lord. 28:1.
Praise the Lord. दुष्ट लोग जब कोई पीछा नहीं करता तब भी भागते हैं, परंतु धर्मी लोग जवान सिंहों के समान निडर रहते हैं। ദുഷ്ടന്മാർക്ക് ആരും അവരെ ഓടിച്ചില്ലെങ്കിലും അവർ ഓടിപ്പോകും. जो दुष्ट होते हैं वो कोई उनका पीछा ना करे तो भी वो भागते हैं, അവർ ഭയപ്പെടുന്നവരാണ്, वो डरते हैं, അവർ ഓടിപ്പോകും. वो भागते हैं। എന്നാൽ നീതിമാനോ लेकिन धर्मी അവൻ നിർഭയം, ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. वो एक जवान सिंह के समान निडर रहेगा। ഒരു ബാലസിംഹം ഒന്നിനെയും ഭയപ്പെടുന്നു, एक जवान शेर किसी से नहीं डरता, ഒന്നിനും വഴിമാറുന്നവനുമല്ല. वो किसी से अलग रास्ता भी नहीं छोड़ता। ഒരു നീതിമാൻ ഇതുപോലെ ആയിരിക്കുന്നതാണ് ദൈവജനം പറയുന്നത്. एक धर्मी जन ऐसा होगा करके कहा है। ഈ ധൈര്യം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ये हिम्मत हमें कैसे मिलती है? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ जब परमेश्वर की पवित्र आत्मा हमें आती है, ആത്മാവിനാലാണ് നമ്മൾ ഈ ധൈര്യം പ്രാപിക്കുന്നത്. आत्मा के द्वारा ही हमको मिलता है। ധൈര്യഹീനരായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് യേശുവിന്റെ ശിഷ്യന്മാർ. हिम्मत वाले कुछ लोग थे परमेश्वर के चेले, ധൈര്യഹീനരായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് യേശുവിന്റെ ശിഷ്യന്മാർ. जिनमें हिम्मत नहीं, ऐसे कुछ लोग थे परमेश्वर के प्रभु के चेले, അവർക്ക് ധൈര്യമില്ലായിരുന്നു. उनमें हिम्मत नहीं थी। യേശുവിനെ ക്രൂശിച്ച ദിവസം രാത്രി, യേശു മരിച്ച ദിവസം രാത്രിയിൽ, जिस रात को यीशु मसीह की मृत्यु हुई, ആ ദിവസങ്ങളിലൊക്കെയും അവർ കഥകടച്ചകത്തിരിക്കുന്നവരായിരുന്നു. उन दिनों में वो दरवाजा बंद करके बैठे थे, അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഭയപ്പെട്ടിരുന്നു. वो लोगों से डर कर बैठे थे। പത്രോസ് ഭയന്നിട്ട് യേശുവിനെ തള്ളി പറഞ്ഞതായി നമുക്കറിയാം. पतरस डर के वो यीशु को इनकार कर बैठा। എല്ലാവരും ഭീരുക്കളായിരുന്നു. सब डरपोक थे, പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ लेकिन कुछ समय के बाद പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ पवित्र आत्मा जब उनमें आई, അവരെല്ലാവരും ധൈര്യശാലികളായി മാറി. वो सब के सब हिम्मत वाले हो गए। അപ്പോസ്തലപ്രവൃത്തി 4-13 വാക്യം. प्रेरितों के काम Acts 4:13. 4:13। അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാണ്. ആ. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. ഇവിടെ സന്നദ്ധ സംഘത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പ്രമാണികളായവർ പത്രോസിനെയും യോഹന്നാനെയും നോക്കിയപ്പോൾ ഒരു പ്രത്യേക കാര്യം അവരിൽ കണ്ടു. जब उन्होंने पतरस और यूहन्ना को का साहस देखा और यह जाना कि ये अनपढ़ और साधारण मनुष्य हैं, तो आश्चर्य किया। फिर उनको पहचाना कि ये यीशु के साथ रहते थे। ഇവരുടെ ധൈര്യം, അസാമാന്യമായ ധൈര്യം അവർ കണ്ടപ്പോൾ इनका असाधारण हिम्मत देखा तो അവർ ആശ്ചര്യപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. वो आश्चर्यचकित हो गए। പഠിപ്പില്ലാത്ത ആളുകൾ, ये अनपढ़ है, പ്രമാണം പറയാൻ പാടില്ലാത്തവർ, उनको व्यवस्था नहीं मालूम, അവർക്ക് ദൈവപ്രമാണം ഒന്നും അറിയത്തില്ല, അവർ പഴയ നിയമം അവർക്ക് അറിയാൻ പാടില്ല. पुराना नियम उन्होंने नहीं पढ़ा है, ഹല്ലേലൂയ, പഠിപ്പില്ലാത്ത ആളുകളാണ്. अनपढ़ लोग പക്ഷേ हैं, അവരുടെ ധൈര്യം കാണുകയാൽ लेकिन इनकी हिम्मत देखी। എന്താണ് അവരെ ഇത്രയും ധൈര്യപ്പെടുത്തിയത്? इतना हिम्मत कहाँ से आया? ഏത് കാര്യത്തിലാണ് അവരിങ്ങനെ ധൈര്യമുള്ളവരായി തീർന്നത്? किस कारण इनमें हिम्मत आई? 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. प्रेरितों के काम 2 अध्याय में हम पढ़ते हैं कि पवित्र आत्मा उनमें आई। ധൈര്യഹീനരായിരുന്ന ആളുകളെ हिम्मत नहीं थी इनमें, ധൈര്യമുള്ളവരാക്കി തീർത്തു. वो हिम्मत वाले हो गए। സന്നദ്ധ സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് यहूदियों के प्रमाणियों के सामने നിങ്ങൾ ക്രൂശിച്ചവനും तुमने जो क्रूस पे चढ़ाया ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ और परमेश्वर ने मरे हुओं में से जिलाने वाले നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് यीशु नासरी के नाम से चंगा हो गई, यह अभी तुम्हारे सामने खड़ा है कहा। നിങ്ങളെല്ലാവരും അറിഞ്ഞോളാം. ये तुम सब जानो। അവരുടെ ധൈര്യം കണ്ടിട്ടാണ് അവർ അതിശയിച്ചത്. इनकी हिम्मत देखकर वो आश्चर्यचकित हो गए। പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ पवित्र आत्मा जब हमारे ऊपर आए നമുക്ക് ശക്തി മാത്രമല്ല തരുന്നത്, तो केवल बल नहीं मिलता, നമുക്ക് ഏത് സ്ഥാനത്തും we will have an extraordinary boldness. तो सब लोगों के सामने हमको एक असाधारण हिम्मत मिलेगी। അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം प्रेरितों के काम 4 अध्याय 29, 30, 31 വാക്യങ്ങൾ. 29, 30 and 31. 29, 30 और 31। ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. ആ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും Yes. നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താലും അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. yes. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി Yes. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വായിക്കാം. अब हे प्रभु, उनकी धमकियों को देख और अपने दासों को यह वरदान दे कि तेरा वचन बड़े हियाव से सुनाए। ആ, चंगा करने के लिए तू अपना हाथ बढ़ा
कि चिन्ह और अद्भुत काम तेरे पवित्र सेवक यीशु के नाम से किए जाए। जब वे प्रार्थना कर चुके तो वह स्थान जहां वे इकट्ठे थे हिल गया और वे सब पवित्र आत्मा से परिपूर्ण हो गए और परमेश्वर का वचन हियाव से सुनाते रहे। Praise the Lord. हालेलुया। സന്നദ്ധി സംഘത്തിന്റെ മുമ്പിൽ उन प्रमाणियों के सामने അവർ ഹാജരാക്കപ്പെട്ടപ്പോൾ उनको खड़ा किया। ആ പ്രമാണികളായവരെ താക്കീത് ചെയ്തു. उन प्रमाणियों ने उनको धमकी दी, ഇനി ഒരു വ്യക്തിയോടും ഈ കാര്യം ഈ വചനം പറഞ്ഞു പോകരുത്. अब किसी से भी ये वचन नहीं बोलना। ഈ സുവിശേഷം യേശു ക്രിസ്തുവാണെന്നുള്ള വിഷയം ഇനി ഓരോരുത്തരോട് നിങ്ങൾ മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തവരെ പറഞ്ഞു. यीशु मसीह है करके किसी को भी अब नहीं सुनाना करके उनको धमकी देके भेजा। അവര് തങ്ങളുടെ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നിട്ട് वो अपने साथियों के पास गए പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. और उन्होंने जो प्रार्थना की वो हमने अभी पढ़ा। എന്താണ് അവർ ചോദിക്കുന്നത്? उन्होंने क्या मांगा? കർത്താവേ, നിന്റെ ദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് आपके सेवक यीशु मसीह के नाम से आश्चर्य कर्म और चिन्ह होते हैं, इसलिए നിന്റെ ദാസന്മാരായ ഞങ്ങൾ आपके दास हम लोग ധൈര്യത്തോടെ നിന്റെ വചനം പ്രസ്താവിപ്പാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. और हिम्मत के साथ आपका सुसमाचार सुनाए, उसका हिम्मत दीजिए। We don't need any excuse हमको कोई to preach the word. एक्सक्यूज नहीं चाहिए। ഹല്ലേലൂയ. നമ്മൾ ആരെയും ക്ഷമാപണം നടത്തേണ്ട ദൈവജനം അവരോട് പറയാൻ. हमको कोई क्षमापण नहीं चाहिए। ആരോട് സുവിശേഷം പറയുന്നതിനും ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ല. किसी को सुसमाचार बोलने के लिए हमको कोई कारण नहीं ഇത് चाहिए। സർവശക്തനായ ദൈവത്തിന്റെ മെസ്സേജാണ്, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. ये लोगों के लिए परमेश्वर का समाचार है। ഇത് ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ये हिम्मत के साथ बोलने के लिए നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടത് ആവശ്യം. हमें परमेश्वर की आत्मा चाहिए। പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവജനം ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ നമുക്ക് സാധ്യമല്ല. पवित्र आत्मा को के मिले बिना परमेश्वर का वचन सुनाना संभव नहीं। ഇവിടെ നമ്മൾ വായിക്കുന്നത് यहाँ हम पढ़ते हैं, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ उन्होंने प्रार्थना कर लेने के बाद ചോദിച്ചത് ഇതാണ്, उन्होंने ये मांगा, കർത്താവേ, നിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ, आपका वचन हियाव के साथ हम सुना पाए, ധൈര്യത്തോടെ പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ संपूर्ण बड़े हियाव के साथ या हिम्मत के साथ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് आपके പ്രാർത്ഥിച്ചു. दासों को अनुग्रह करे करके प्रार्थना किया। ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ऐसे प्रार्थना करने അവർ बाद കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. जहाँ वो बैठे थे वो जगह हिल गया। എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. सबके सब पवित्र आत्मा से भर गए। പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. पहले ही पवित्र आत्मा पाया है രണ്ടാം उन्होंने। അധ്യായത്തിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. दूसरे अध्याय में सबको पवित्र आत्मा मिल चुकी എന്നാൽ है। ഇവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നു, यहाँ हम दोबारा पढ़ते हैं, എല്ലാവരും വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. दोबारा वो पवित्र आत्मा से भर गए। പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അടുത്ത റിസൾട്ട് എന്താണ്? पवित्र आत्मा से भरने के बाद अगले पल क्या हुआ? അവർ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. उन्होंने परमेश्वर का वचन और हिम्मत के साथ सुनाना शुरू किया। ദൈവത്തിലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവവേദ पवित्र आत्मा पाने वाला एक परमेश्वर का जन അസാധാരണ ധൈര്യമുള്ളവനാണ്. वो असाधारण हिम्मत रखता है। ഏത് പ്രതികൂലത്തെയും വെല്ലുവിളിക്കാൻ കഴിവുള്ളവനാണ്. हर प्रतिकूल अवस्था को वो हिम्मत से चुनौती दे सकता है। ഭയവും ഭീരുത്വം അവനെ അലട്ടുകയില്ല. डर और भय उसको सताता नहीं है। ഈ ഭയം നമ്മളെ അലട്ടുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? भय हमको क्यों सताता है? ഇതിനെ കുറിച്ചെങ്കിലും ഒരു ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, किसी भी विषय में अगर भय है तो ദൈവഭയം ഒഴികെ ഏതെങ്കിലും ഭയം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, परमेश्वर के भय को छोड़कर कोई भी भय अगर हमको सताता है तो ദൈവത്തിനുള്ള ഭയമല്ല, वो परमेश्वर से नहीं है, അത് സാത്താന്യ ഭയമാണ്. वो शैतान से है। എല്ലാ ഭയത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ആത്മാവാണ്. हर भय के पीछे या डर के पीछे एक आत्मा कार्य कर रही है। ആ ആത്മാവിനെ കുറിച്ചാണ് തിമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. वही उसी आत्मा के बारे में हमने पढ़ा कि भय की आत्मा नहीं है ये, അപ്പോ ഭീരുത്വത്തിന്റെ ഒരു ആത്മാവുണ്ട്. अर्थात भय की एक आत्मा है। അതല്ല ദൈവത്തിന്റെ വൈതല്യം ഭരിക്കേണ്ടത്. वो आत्मा परमेश्वर के लोगों पे राज नहीं करनी चाहिए। അസാധാരണ ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. असाधारण हिम्मत देने वाली पवित्र आत्मा को हमने पाया है। പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം, 13 and 47, Acts 13:47. प्रेरितों के काम 13 का 47, 47. 47 ഈ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നുവെന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ദൈവത്തിനല്ല, മുൻപോട്ട് നമ്മൾ വായിക്കുമ്പോൾ वो वाला वचन नहीं है, आगे को जब पढ़ते हैं വീണ്ടും നമ്മൾ കാണുന്ന ഒരു ധൈര്യശാലികളായി ദൈവത്തിനെ പ്രസ്താവിച്ച
പ്രസ്താവിച്ചാണ് നമ്മൾ വായിക്കുന്നത്. और हिम्मत के साथ उन्होंने सुसमाचार सुनाया. हम पढ़ते हैं പ്രതികൂലങ്ങളുടെ മുമ്പിൽ ഭയപ്പെടാതെ, प्रतिकूल अवस्थाओं के सामने डरे बिना, ധൈര്യപ്പെടാതെ, बिना हिम्मत खोए बिना ദൈവദിനം ധൈര്യത്തോടെ പ്രസ്താവിച്ചുകൊണ്ട് परमेश्वर का वचन हिम्मत से उन्होंने प्रचार किया. ധാരാളം പ്രതികൂലങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. बहुत सारी तकलीफों का सामना करना पड़ा. ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. बहुत तकलीफ उठानी पड़ी. എഫെസോസിൽ വലിയ പ്രശ്നമുണ്ടായി. एफेसोस में बहुत तकलीफ हुई. നഗരം മുഴുവൻ ഇളകി. सारा नगर हिल गया. എല്ലാവരും ആർത്തമിസ് ദേവിക്ക് വേണ്ടി എല്ലാവരും മുമ്പിലാ വിളിക്കുക. आर्तमिस देवी के लिए सब लोग वहाँ पे आवाज उठा रहे हैं. അങ്ങനെ ആ സമയത്തും ऐसे समय में അവന് ദൈവജന ശക്തിയോട് പ്രസ്താവിപ്പാൻ ദൈവം പൗലോസിനെ കരങ്ങളിലെടുത്തു. प्रेरित पौल को बल देकर उसको वचन सुसमाचार सुनाने का बल उनको दिया. അസാധാരണ ധൈര്യത്തോടെ ദൈവത്തിനോട് പ്രസ്താവിച്ചാണ് നമ്മൾ കാണും. असाधारण हिम्मत से उन्होंने सुसमाचार सुनाया. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. एफेसियों की पत्री 6 का 19-20 വാക്യം. 19 and 20 Yeah. 19 और 20. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷങ്ങളുടെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ തുറക്കുമ്പോൾ Yes. വചനം നൽകപ്പെടേണ്ടതിനും Ah. ഞാൻ സംസാരിക്കേണ്ടതും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Praise the Lord. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ, എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ एफेसियों को लिखने वाली पत्री में പൗലോസ് പറയുകയാണ്, पौलुस बोलते हैं നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. तुम हमारे लिए प्रार्थना करो. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്? किसके लिए प्रार्थना करने के लिए? ഒരിക്കലൂടെ വാക്യം വായിക്കാം. एक और बार पढ़ेंगे. ആ. ഞാൻ ചങ്ങല ധരിച്ച് Ah. സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം Ah. പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ Yes. എന്റെ വായ തുറക്കുമ്പോൾ എനിക്ക് Ah. വചനം നൽകപ്പെടേണ്ടതിനും Ah. ഞാൻ സംസാരിക്കേണ്ടതും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. That I may speak the word of God boldly. That I ought to that. How I ought to speak. और मेरे लिए भी कि मुझे बोलने के समय ऐसा प्रबल वचन दिया जाए कि मैं साहस के साथ सुसमाचार का भेद बता सकूं, जिसके लिए मैं जंजीर से जकड़ा हुआ राजदूत हूं, और यह भी कि मैं उसके विषय में जैसा मुझे चाहिए साहस से बोलूं. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ, परमेश्वर का वचन साहस के साथ प्रचार करने के लिए, ധൈര്യം ലഭിക്കേണ്ടതിനാണ് പൗലോസ് പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. उसका हिम्मत मिलने के लिए उनके लिए प्रार्थना करने के लिए कहा है. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ परमेश्वर की आत्मा जब हमारे अंदर आती है, ഏത് സാഹചര്യങ്ങളിലും, हर अवस्था में, ഏത് വ്യക്തിയോടും किसी भी व्यक्ति से ദൈവവചനം സംസാരിപ്പാൻ, സുവിശേഷം അറിയിപ്പാൻ, സാക്ഷ്യം പറയുവാൻ परमेश्वर का वचन बताने के लिए, सुसमाचार सुनाने के लिए या गवाही देने के लिए ദൈവം നമുക്ക് അതിനുള്ള ധൈര്യം പരിശുദ്ധാത്മാവിനെ തരും. पवित्र आत्मा के द्वारा परमेश्वर वो हिम्मत हमको देते हैं. Praise the Lord. हालेलुया. ഞാന് രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നു. अंकल जब उद्धार में आए थे उन दिनों के बारे में याद करते കമ്പനിയിലെ हैं. ഉദ്യോഗസ്ഥനായിരുന്നു. ये एक कंपनी में काम करते പല थे. ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അടുക്കൽ പോകേണ്ട ഒരു ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. कई बड़े सरकारी अधिकारियों के पास जाना पड़ता था. ഒരിക്കൽ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയപ്പോൾ एक बार जब सेक्रेटरिएट में गए, അവിടുത്തെ അവിടെ ഉള്ള ഒരു അണ്ടർ സെക്രട്ടറിയെ കാണാനായി ഞാൻ പോയപ്പോൾ, वहाँ के एक अंडर सेक्रेटरी से मिलने गए. പണ്ടൊക്കെ എനിക്ക് വലിയ അധികാരിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സങ്കോചവും, ഒരു പ്രയാസവും, ഒരു വിഷമവും, ഒരു വിറയലും ഒക്കെ ഉണ്ട്. पहले जब बड़े अधिकारियों के पास जाते थे तो बहुत डर लगता था और कंपन होता था. ഉദാഹരണമായി കളക്ടേഴ്സിന്റെ ഒക്കെ അടുക്കൽ പോകണമായിരുന്നു. എക്സൈസ് കളക്ടേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, വലിയ ആളുകളുടെ അടുക്കലൊക്കെ പോകണമായിരുന്നു. बड़े कलेक्टर लोगों के पास जाना पड़ता പക്ഷെ था. അവിടെയൊക്കെ പോകുമ്പോൾ പണ്ടൊരു വലിയ സങ്കോചമായിരുന്നു. पहले बहुत डर लगता था. അവരെയൊക്കെ നമുക്ക് പേടിയായിരുന്നു. उनसे डर लगता പക്ഷെ था. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ लेकिन परमेश्वर की आत्मा पाने के बाद അതെന്നെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാക്കി മാറ്റി. एक अलग मनुष्य बनाया. ഈ ഓഫീസേഴ്സിനെ ഒക്കെ ഞാൻ കാണുമ്പോൾ इन ऑफिसर्स को जब मिलते थे, അവർക്കില്ലാത്ത ഒരു ധൈര്യം ദൈവം എന്റെ ഹൃദയത്തിൽ നൽകി തന്നു. उस समय जो नहीं था ऐसा बल और हिम्मत मिला. വലിയ ഓഫീസർമാരുടെ മുമ്പിലും എന്റെ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം, ഉറപ്പും ദൈവം എനിക്ക് തന്നു. बड़े ऑफिसर लोगों के सामने भी अपनी बात रखने की हिम्मत मिल गई. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരോടൊക്കെ കാര്യങ്ങൾ പറയുകയല്ല, കാര്യങ്ങൾ അവരോട് പറഞ്ഞ് എന്റെ ജോലി ഭംഗിയായി ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു.
अपनी बात उनके पास रखकर अपने काम को पूरा करने में हिम्मत और बल दिया। ഒരിക്കലും ഈ അണ്ടർ സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ एक बार ऐसे ही एक अंडर सेक्रेटरी से मिलने അദ്ദേഹം गए। ഒരു കത്തോലിക്കനാണ്. वो एक कैथलिक थे, മത്തിയാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. उनका नाम मतियास था। ഞാൻ ചില കാര്യങ്ങൾ ഒഫീഷ്യലായ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് कुछ सरकारी बातें उनसे करने के बाद ഞാൻ പോകാൻ എഴുന്നേറ്റപ്പോൾ जाने के लिए जब उठे, അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു. उन्होंने 1 मिनट रुकने के लिए कहा। എന്നോട് ചോദിച്ചു, നിങ്ങൾ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. जब से आप आए हैं तब से मैं देख रहा हूँ कि आप में कुछ अलग बात है, वो क्या है करके पूछा നിങ്ങളുടെ उन्होंने। ക്യാബിനിൽ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. मेरे कमरे में आने के बाद से लेकर आप में कुछ अलग बात है करके उन्होंने इनसे पूछा। ആ കാലങ്ങളിൽ ഞാൻ എവിടെയും ഒരു സാക്ഷ്യം പറയാനുള്ള അവസരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. उन दिनों में कहीं पे भी गवाही देने का एक मौका मिले करके परमेश्वर से प्रार्थना करते थे। ബോംബെയിലെ കസ്റ്റംസിലൊക്കെ ചെന്ന് പലരോടും എന്റെ സാക്ഷ്യം പറയാൻ ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. मुंबई में कस्टम्स ऑफिस में जाके कईयों से गवाही दी है। ഓരോരോ സാഹചര്യങ്ങളിൽ എന്റെ സാക്ഷ്യം പറയാൻ ദൈവം അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. परमेश्वर ऐसे अवसर भी देते थे। എന്റെ വലിയ ബോസിനോട്, അതായത് ഞങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവിനോട് വരെ എന്റെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. चीफ एग्जीक्यूटिव जो इनकी कंपनी के बड़े मालिक थे उनसे भी गवाही दी है। അതുപോലെ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ വന്നപ്പോൾ മുതൽ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. आपके आने से लेकर यहाँ पे कुछ अलग अनुभव मैं देख रहा हूँ करके उन्होंने पूछा। അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇരുന്ന് സംസാരിച്ചോട്ടെന്ന് ചോദിച്ചു. तो इन्होंने पूछा कि मैं बैठ के आपसे 2 मिनट बात कर सकता हूँ क्या? അദ്ദേഹം പറഞ്ഞു, സന്തോഷത്തോടെ ഇരുന്നോളാം. उन्होंने कहा बैठिए। ഞാൻ എന്റെ അനുഭവ സാക്ഷി അദ്ദേഹത്തോട് പറഞ്ഞു. अनुभव का गवाही उनको ഞാൻ दिया। എങ്ങനെയായിരുന്നു എന്നും मैं कैसा था ഇപ്പോൾ എങ്ങനെയാണെന്നും और आज कैसा हूँ। കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ മുതൽ परमेश्वर की आत्मा को पाने से लेकर കുറിച്ച്, ജീവിതത്തിൽ വന്ന മാറ്റത്തെ കുറിച്ച് जीवन में जो बदलाव आया उससे लेकर അല്പസമയം കൊണ്ട് അദ്ദേഹത്തോട് സാക്ഷ്യം പറഞ്ഞു. अपनी गवाही दी। പോകുമ്പോൾ എന്നോട് പറഞ്ഞു, जाते वक्त उन्होंने कहा എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. मेरे लिए भी प्रार्थना करें। അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. मेरे लिए भी प्रार्थना करें। ദൈവത്തിലെ നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന പരിശുദ്ധാത്മാവിന്റെ ധൈര്യം हमारे अंदर पवित्र आत्मा का जो बल मिलता है, രാജാക്കന്മാരുടെ മുമ്പിൽ നമ്മെ നിൽക്കാൻ പ്രാപ്തരാക്കി തീർക്കുന്നു. राजाओं के सामने खड़े रहने का हिम्मत देता അധികാരികളുടെ है, മുമ്പിൽ നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. अधिकारियों के सामने खड़े रहने का हिम्मत देता है। പൗലോസ് അപ്പോസ്തലൻ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, प्रेरित पौल सरकारी अधिकारियों के सामने खड़े होकर बोलते थे। ഫെലിക്സിന്റെയും ഫെസ്തോസിന്റെയും അതുപോലെ തന്നെ ഹെരോദാവിന്റെ ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട്, फिलिक्स हो, फेस्तोस हो या हेरोदाव हो, सब किसी के भी सामने, ശ്രീമാനായ ഫെലിക്സേ, हे श्रीमान फिलिक्स, ശ്രീമാനായ ഫെസ്തോസേ നമ്മൾ हे വിളിച്ചുകൊണ്ട് श्रीमान फेस्तोस बोल के അവരോട് उनसे कहा। സാക്ഷ്യം പറയുന്നതായി നമ്മൾ കാണുന്നു. उनसे गवाही देते हुए हम देखते ഈ हैं। ധൈര്യം എങ്ങനെ കിട്ടി? ये हिम्मत कैसे मिली? ഈ ധൈര്യം വചനം അറിഞ്ഞതുകൊണ്ട് കിട്ടിയതല്ല, ये हिम्मत वचन जान के नहीं मिली, ഡിഗ്രി ഉള്ളതുകൊണ്ട് കിട്ടിയതല്ല. बड़ी डिग्री थी इसलिए नहीं मिली। ചിലരുടെ ധൈര്യം അവർക്ക് ഡിഗ്രി ഒക്കെ ഉള്ളതാ. कुछ लोगों की हिम्मत उनकी डिग्री से होता है, യാതൊക്കെ ഡിഗ്രി ഉള്ളതാ അവരുടെ ധൈര്യം. बड़ी जानकारी है बोल के അത്ര मिलता है। ധൈര്യമൊന്നുമല്ല നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നത്. वो हिम्मत पवित्र आत्मा हमको नहीं देती। ആ ധൈര്യം എങ്ങനെയാ കിട്ടുന്നതെന്നറിയാമോ? वो हिम्मत कहाँ से मिलती है? പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് पवित्र आत्मा मेरे भीतर है, ഞാൻ इसलिए വായു തുറക്കുമ്പോൾ जब मैं मुंह खोलूंगा എനിക്ക് വചനം നൽകപ്പെടുമെന്ന് മനസ്സിലാക്കി मुझे वचन मिलेगा करके ആ ധൈര്യത്തോടെ നമ്മൾ വാതുറക്കുന്നത്. उस हिम्मत के साथ बोलते हैं। അല്ലാതെ നമ്മൾ അറിയാവുന്നതുകൊണ്ട് വാതുറക്കുകയല്ല. हमको बड़ा ज्ञान है इसलिए नहीं बोलते। സകലതും അറിയാവുന്നവനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ सब कुछ जानने वाली पवित्र आत्मा जब हमारे भीतर होती है, ധൈര്യത്തോടെ സാക്ഷിപ്പാൻ ദൈവത്തിനും പ്രസ്താവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. हिम्मत के साथ परमेश्वर का वचन प्रचार करने का बल मिलता है। Praise the Lord. हालेलुया। എബ്രായ ലേഖനം 10-ാം അധ്യായം इब्रानी का 10वां अध्याय 35-ാമത്തെ വാക്യം. Hebrews 35. 10:35. 10 का 35। അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. इसलिए अपना हियाव न छोड़ो क्योंकि उसका प्रतिफल बड़ा है। Praise the Lord. हालेलुया। ഇതൊരു വലിയ പ്രതിഫലമുള്ള ധൈര്യം. ये बहुत प्रतिफल मिलने वाला एक हिम्मत है। പരിശുദ്ധാത്മാവ് തരുന്ന നമ്മുടെ ഉള്ളിൽ തരുന്ന ഈ ധൈര്യം, पवित्र आत्मा हमारे भीतर देने वाला ये हिम्मत, ഇത് നമ്മൾ മുറുകെ പിടിച്ചോ. इसे कस के पकड़ना ഇത് है, തള്ളിക്കളയരുത്. इसे नहीं छोड़ना। ദൈവവേദനയുടെ അവന്റെ ധൈര്യം തള്ളിക്കളയരുത്. एक परमेश्वर का जन अपनी हिम्मत को नहीं छोड़ना, ഹല്ലേലൂയ. നല്ല ധൈര്യം ഉറപ്പുള്ളവരായിരിക്കണം. बड़ी हिम्मत और धैर्य के साथ बैठे। യോശുവ ഒരു ഭയങ്കര ഒരു വലിയ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. योशुआ जब एक बहुत बड़े समूह का सामना करने वाले സാധാരണ थे, ഒരു സമൂഹമല്ല. कोई छोटा मोटा समूह नहीं है। കനാനിലെ 7 ജാതികൾ എന്ന് പറയുന്ന ഭീകരന്മാരായ ആളുകൾ,
7 अलग जातियां है उसमें। കനാനിലെ 7 ഭീകര ജാതികൾ कनान देश में 7 अलग जातियां। യോർദാൻ കടന്നത് കൈയടക്കാനായി പോകുകയാണ്. यर्दन की नदी पार की, अब उसको कब्जा करने जा रहे हैं। ഒന്നാമത് അവരെ ഫേസ് ചെയ്യുന്നത് യെരിഹോവിന്റെ വലിയ മതിലും കോട്ടയും. सबसे पहले यरीहो नगर का बड़ा एक दीवार है। നമുക്കറിയാം രാജ്യത്തെ കുറിച്ച് ഇസ്രായേൽ മക്കൾ വന്ന് സാക്ഷ്യം പറഞ്ഞത് അത് മല്ലന്മാരുടെ ദേശമെന്ന്, അല്ലെങ്കിൽ വലിയ ജയൻസ് വസിക്കുന്ന സ്ഥലം. या उस पहले हम जानते हैं कि जब यहूदियों ने उनका दौरा किया था तो उनके बारे में गवाही दी कि पहलवान लोग रहते हैं वहाँ पे, വലിയ രാക്ഷസന്മാരുടെ രാജ്യം. बड़े बड़े राक्षस है वहाँ पे। എന്നാൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, लेकिन योशुआ की किताब पहले अध्याय में पढ़ते हैं, ദൈവം യോശുവയോട് പറഞ്ഞു, परमेश्वर ने योशुआ से कहा ഒരു കാര്യം മാത്രം നീ ചെയ്താൽ മതി. एक काम करना है तुझे। എന്താണ് യോശുവയോട് റിപ്പീറ്റഡ് ആയി 3 പ്രാവശ്യം പറഞ്ഞത്? क्या 3 बार उनसे कहा गया? What did God say 3 times? 3 बार उनसे कहा गया। എന്താ പറഞ്ഞത്? क्या कहा? നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക, तू हिम्मत और हियाव के साथ रहे, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. बाकी काम परमेश्वर का है, बाकी सब कुछ You तुझे करना go है। forward तू आगे बढ़, with boldness and courage. तू हिम्मत और हियाव के साथ आगे बढ़, ധൈര്യത്തോടെ ഉറപ്പോടെ മുന്നോട്ട് പോകും. तू दृढ़ निश्चय के साथ और हिम्मत के साथ आगे ബാക്കി बढ़, കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് ദൈവം പറഞ്ഞു. बाकी काम मैं करूंगा। നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക 3 പ്രാവശ്യം. हिम्मत और हियाव के साथ रहे, ये 3 बार कहा। ഇത് വലിയ പ്രതിഫലമുള്ള ധൈര്യമാണ്. ये बहुत प्रतिफल देने वाला हिम्मत है। നമ്മുടെ ഉള്ളിൽ തരുന്ന ധൈര്യമാണ്. ये पवित्र आत्मा बल देती है, നമ്മുടെ സ്വന്തം ബലത്തിലുള്ള ധൈര്യമല്ല. अपने खुद के मन में आने वाला हिम्मत नहीं है। ചിലർക്ക് ഇന്റർവ്യൂവിന് പോകുന്ന ഭയം. ഇന്റർവ്യൂ कुछ लोगों को इंटरव्यू में जाना बड़ा डर लगता है। ആരെയും മുട്ടടിച്ചുകൊണ്ടാകത്തോട്ട് കയറി പോകും. അകത്ത് ഒരു വലിയ സംഭ്രമം. बहुत डर लगता है, പക്ഷെ നമുക്ക് അധൈര്യപ്പെടുന്ന ഒരു ആവശ്യമില്ല. लेकिन डरने की जरूरत नहीं है। കാരണം എന്താണെന്നറിയാമോ? क्यों? അവരിലുള്ളവനേക്കായി നമ്മളുള്ളവൻ വലിയവൻ. क्योंकि उनमें जो है उनसे बढ़कर है जो हमारे अंदर है। ഹല്ലേലൂയ. हालेलुया। അവരെ വിശ്വസിക്കുന്നുണ്ട്. कितने लोग विश्वास करते हैं? അവരെ പ്രാപിച്ച ദൈവമേ, पवित्र आत्मा पाए हुए നീ ബാലസിംഹം പോലെ നിർഭയനായിരിക്കുന്നവനാണ്. तुझे एक जवान शेर की तरह निडर रहेगा। ധൈര്യം കണ്ടു വേണം നിനക്ക് പ്രതിഫലം തരാൻ. तेरी हिम्मत देखकर वो तुझे प्रतिफल देना चाहिए। ധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. डरने की कोई जरूरत नहीं। നിനക്ക് അറിയാത്ത കാര്യങ്ങൾ ദൈവം നിനക്ക് ഗ്രഹിപ്പിച്ചു തരും. तुझे जो नहीं पता वो तुझे परमेश्वर याद कराएंगे। ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. हिम्मत के साथ जाओ, ധൈര്യം പരിശുദ്ധാത്മാവ് തരുന്ന ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ധൈര്യം. क्योंकि पवित्र आत्मा के वरदानों में सबसे पहले हिम्मत मिलती है। പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ पवित्र आत्मा पाया तो നമ്മൾ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. हम हिम्मत वाले बनेंगे, അശേഷം ഭയപ്പെടുകയില്ല. हम डरेंगे नहीं। ഭയവും ഭീരുത്വവും डर और भय ദൈവത്തിന്റെ വേലയിൽ നിന്നും परमेश्वर के काम से, ദൈവത്തിന്റെ യുദ്ധങ്ങളിൽ നിന്നും परमेश्वर के युद्ध से നമ്മളെ അകറ്റി നിർത്തും. हमको दूर रखता है। ഹല്ലേലൂയ. ഗിദെയോന്റെ കാര്യം നമുക്കറിയാം. गिदियोन की कहानी हम जानते हैं। 33,000 പേര് ഗിദെയോന്റെ പിന്നാലെ പോയി. 33,000 33,000 लोग 1000 लोग उनके पीछे थे। എന്നാൽ ഒരൊറ്റ അനൗൺസ്മെന്റിൽ 23,000 പേര് മടങ്ങിപ്പോയി. लेकिन एक बार कहने पर कुछ എന്താണ് പറഞ്ഞത്? ഭയവും ഭീരുത്വവും ഉള്ളവർ ഗിലിയാദ് പർവ്വതം വിട്ടുപോകട്ടെ എന്ന്. जो डरे हुए हैं वो गिलियाद के पर्वत से नीचे उतर जाए करके कहा। അതായത് യുദ്ധം ചെയ്യാൻ പേടിയുള്ളവരെ മടങ്ങി വീട്ടിൽ പോകാൻ പറഞ്ഞു. अर्थात युद्ध लड़ने में जितने लोग डर रहे हैं वो घर चले जाए। കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 23,000 പേര് സ്ഥലം വിട്ടു. आज झपक के उठने से खोलने से पहले कुछ 23,000 लोग चले गए। പിന്നെ 10,000 ശേഷിച്ചു. 10,000 लोग बाकी, എന്നാൽ അവരും ശരിയായ ധൈര്യമുള്ളവരായിരുന്നില്ല. लेकिन उनमें भी हिम्मत नहीं थी। നല്ല ധൈര്യമുള്ളവരെ കൊണ്ട് ഈ പണി നടക്കുകയുള്ളൂ. अच्छी हिम्मत वालों से ही ये काम ഈ होगा। 10,000 പേരെ ദൈവം പറഞ്ഞു വെള്ളത്തിനടുത്തോട്ട് കൊണ്ടുപോകാൻ ഞാൻ പരീക്ഷിച്ചു തരാമെന്ന്. 10,000 लोगों को पानी के पास लेकर आओ, मैं परीक्षा लूंगा। ചിലര് വലിയ ധൈര്യമൊക്കെ പറയും. कुछ लोग बड़ी हिम्मत की बातें जरूर बोलते हैं, പക്ഷേ അവസരം വരുമ്പോ ഉണ്ടല്ലോ, लेकिन जब अवसर आता है പൗലോസിന്റെ കൂട്ട പത്രോസിന്റെ കൂട്ട पतरस की तरह करते हैं। കർത്താവേ നിന്റെ കൂടെ മരിക്കാൻ ഞാൻ ഒരുക്കണം. हे प्रभु आपके साथ में मरने के लिए भी പക്ഷെ तैयार അന്ന് हूं। രാത്രി പ്രാഗിയാണയിട്ട് 3 പ്രാവശ്യം തള്ളിപ്പോ. लेकिन उसी रात को ശ്രാപ് ദേക്കെ आप देखे इनकार करके गए। ഹല്ലേലൂയ. അപ്പൊ അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. हमारी हिम्मत ऐसी है। നമ്മുടെ ജഡീക ധൈര്യം കൊണ്ട് ഇത് സാധ്യമല്ല. शारीरिक हिम्मत से ये नहीं होगा। വെള്ളത്തിനടുത്തേക്ക് നടത്തിയപ്പോൾ पानी के पास जब चलाया, ആ ടെസ്റ്റ് പാസ്സായത് വെറും 300 പേര്. उस परीक्षा में केवल 300 लोग ही उत्तीर्ण हुए। 33,000 പേരിൽ
33,000 लोगों में 300 പേര് മാത്രമേ ധൈര്യശാലികളായി ശേഷിച്ചു. केवल 300 लोग ही थे जिनमें हिम्मत थी। Praise the Lord. हालेलुया। അവര് വലിയ വാളും പരിചയം കൊണ്ടൊന്നും അല്ല യുദ്ധം ചെയ്തു. और वो लोग कोई बड़े तलवार और ढाल लेके नहीं लड़े, അവരുടെ ധൈര്യത്താലാണ് അവർ യുദ്ധം ചെയ്തത്. अपनी हिम्मत को लेके वो പാളയത്തിലേക്ക് കൊണ്ട് ഇറങ്ങിച്ചെന്നു, मैदान में उतर के गए, കൊട ഉടച്ചു, പന്തം തെളിയിച്ചു, मशाल जलाई और मटका तोड़ा, പന്തം തെളിയിച്ചു. मशाल जलाई। യഹോവയ്ക്ക് ഗിദെയോന് വേണ്ടി വാളെന്ന് അവരവിടെ നിന്നുകൊണ്ട് അർത്തു. यहोवा के लिए और गिदयोन के लिए तलवार करके बुलाया, അവിടെ തന്നെ നിന്നു. वहीं खड़े रहे। പക്ഷെ ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തു. बाकी काम परमेश्वर ने कर दिया। മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തളിക്കളയരുത്. महाप्रतिफल वाला हमारा जो हियाव है उसको इनकार नहीं करना, പരിശുദ്ധാത്മാവ് छोड़ना नहीं। ധൈര്യത്തോടുകൂടെ വേണം ദൈവത്തിലെ ഈ പോർക്കളത്തിൽ നമുക്ക് നിൽക്കാം. इस लड़ाई के मैदान में हिम्मत के साथ खड़ा होना है। 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുന്നു. 1 തിമോത്തി पहला तिमोथी 3:13. 3 अध्याय का 13वां वचन। ഇത് ശുശ്രൂഷിക്കുന്നവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തികളെ, सेवकाई करने वालों के बारे में कहा है। ദൈവസഭയിൽ പല വിധത്തിലുള്ള ശുശ്രൂഷകളുണ്ട് നമുക്കറിയാം. परमेश्वर की कलीसिया में कई तरह की सेवकाइयां हैं, പല വിധത്തിലുള്ള ശുശ്രൂഷകളും. कई तरह की सेवकाइयां। എല്ലാ ശുശ്രൂഷയും सारी सेवकाइयां ദൈവത്താൽ നിയമിതമായ ശുശ്രൂഷകളാണ്. परमेश्वर से ही नियुक्त की गई है। ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും ഓർക്കേണ്ടത്, हर सेवकाई करते समय याद ദൈവം रखें, തന്ന അധികാരത്തിലാണ് നാം ആ ശുശ്രൂഷ ചെയ്യുന്നത്. परमेश्वर के दिए हुए अधिकार में हम ये करते हैं, ദൈവത്തിന്റെ ശക്തിയാലാണ് നാം ആ ശുശ്രൂഷ ചെയ്യുന്നത്. परमेश्वर के बल से हम ये करते हैं। ഹല്ലേലൂയ. ദൈവിക ശുശ്രൂഷകൾ परमेश्वर की सेवकाइयां ദൈവാത്മാവിലാണ് നാം ചെയ്യുന്നത്. पवित्र आत्मा से करते हैं। അങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച് പറയുകയാണ്, ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുകയാണ്. ऐसे सेवकों के बारे में कहा है, വായിച്ചാൽ നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ ആ. തങ്ങളുടെ നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാബല്യവും സമ്പാദിക്കും. क्योंकि जो सेवक का काम अच्छी तरह से कर सकते हैं वे अपने लिए अच्छा पद और उस विश्वास में जो यीशु मसीह पर है बड़ा साहस प्राप्त करते हैं। Praise the Lord. हालेलुया। For they that have used the office of a deacon. Deacon എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. डीकन शब्द का इस्तेमाल अंग्रेजी എന്താണ് में हुआ deacon है। എന്ന് പറഞ്ഞാൽ? डीकन शब्द का अर्थ क्या है? പലരും ഡീക്കൻ എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണെന്ന് വിചാരിക്കും. डीकन का मतलब कोई बहुत बड़ी पदवी है, लोग सोचते ഡീക്കൻ हैं। എന്ന വാക്കിന്റെ അർത്ഥം डीकन शब्द का मतलब സെർവന്റ് ആണ്. सेवक होता है। ഹല്ലേലൂയ. हालेलुया। എത്ര പേർക്ക് ആ ടൈറ്റിൽ ഇഷ്ടമാണ്? कितने लोगों को सेवक एक पद चाहिए? Praise the Lord. हालेलुया। പാസ്റ്ററെന്നും റവറന്റെന്നും ഡോക്ടറെന്നും ഒക്കെ വെക്കുന്ന കാലമായിരുന്നു. पास्टर, रेवरेंट या डॉक्टर ना पदवी रखने का समय है। മറ്റു സഭകളിൽ അതിനേക്കായി വലിയ വലിയ ഡിഗ്രികളുണ്ട്. റൈറ്റ് റവറന്റും ഡോക്ടറും ഇങ്ങനെ പല ഡിഗ്രികളുണ്ട്. बाकी कलीसियाओं में इससे भी बड़ी बड़ी दूसरी എന്നാൽ ഇവിടെ पदियां, നമ്മൾ വായിക്കുന്നു लेकिन यहाँ पढ़ते हैं ഡീക്കൻസ് ഓഫീസ്. एक डीकन या सेवक का पद। ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു സേവകന്റെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന്റെ വേലയാണ്. एक सेवक का काम है। എന്താണ് സേവകൻ ചെയ്യുന്നത്? एक सेवक का काम क्या होता है? എന്താ ഒരു ശുശ്രൂഷകൻ എന്താ ചെയ്യുന്നത്? एक सेवक क्या करता है? മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യും. दूसरों की सेवा करता है। യേശു അവസാനമായി പോകുന്നതിന് മുമ്പ് आखिर में जाने से पहले ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് यीशु मसीह ने एक बर्तन में തന്റെ पानी लिया ശിഷ്യന്മാരുടെ കാലെല്ലാം കഴുകി और अपने चेलों का पैर धोया തന്റെ അരയിലുണ്ടായിരുന്ന തോർത്തുകൊണ്ട് അതെല്ലാം തോർത്തി. और अपनी कमर पे जो कपड़ा बांधा था उससे उनका पैर पोंछा। യേശു കാണിച്ചു കൊടുത്തു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്. यीशु ने दिखाया कि सेवा करने का मतलब क्या है। മറ്റുള്ളവരുടെ കാല് കഴുകുന്ന ഒരു ശുശ്രൂഷ. दूसरों का पैर धोना। ഇന്ന് നമുക്ക് ശുശ്രൂഷക്കാരെ ലഭിക്കുന്നില്ല. आज सेवक नहीं है हमारे पास, അധികാരികൾ ഒത്തിരിയുണ്ട്, लेकिन अधिकारी बहुत है, ശുശ്രൂഷകന്മാർ കുറവാണ്. सेवक कम है। സേവക്കാർ हालेलुया। ശുശ്രൂഷിക്കുന്നവരാണ് നമുക്ക് വേണ്ടത്. हमको सेवकों की जरूरत है। ചെറിയ കാര്യങ്ങളെ പോലും छोटे छोटे काम ദൈവ भी മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരെയാണ് വേണ്ടത്. परमेश्वर के हित में करने वाले। കഴിഞ്ഞ ദിവസം ആരോ എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. पिछले दिनों में किसी ने एक मैसेज भेजा, ഒരു ശാമുവേൽ പ്രിങ്കിൾ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച്. शैमुएल प्रिंकल नाम के एक आदमी के बारे में। അദ്ദേഹം ഈ സാൽവേഷൻ ആർമിയിലെ ഒരു ദൈവദാസൻ. साल्वेशन आर्मी में एक दास है वो। സാൽവേഷൻ ആർമി സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പേരുണ്ട്. സാൽവേഷൻ ആർമി സ്ഥാപിച്ച ആള് അറിയാവുന്നവർ പറഞ്ഞു. വില്യം ബൂത്ത് എന്ന് പറഞ്ഞ ദൈവദാസൻ. विलियम बूथ नामक व्यक्ति ने साल्वेशन आर्मी की स्थापना की। അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു. उनके
के पास एक साधारण एक बालक के रूप में वो आए, അവിടെ എന്തെങ്കിലും ഒരു ജോലി തരണേ എന്ന് പറഞ്ഞു. कोई काम दीजिए करके ആ कहा, ദൈവം അദ്ദേഹത്തെ പറഞ്ഞയച്ചത് അങ്ങോട്ട് പോകാൻ. क्योंकि प्रभु ने उनको भेजा था वहाँ जाने के लिए कहा. പല പ്രാവശ്യം പോയപ്പോഴാണ് ജോലി കിട്ടിയത്. कई बार जाने के बाद वहाँ काम मिला. ജോലി എന്താണെന്നറിയാമോ? और काम क्या मिला? അവിടുത്തെ എല്ലാവരുടെയും ഷൂ തുടയ്ക്കുക. वहाँ पे जो लोग आते हैं उनके जूते पॉलिश करना. അവിടുത്തെ കർത്തദാസന്മാരുടെ ഷൂ തുടയ്ക്കുന്ന ജോലി. वहाँ पे जो सेवकाई करते हैं उनके जूते पोंछने का काम. നമുക്കതൊക്കെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? क्या हम लोग ऐसा काम लेंगे? പാത്രം കഴുകാനും ഷൂ തുടയ്ക്കാനും പാവിരിക്കാനും. जूते बर्तन धोना, രാവിലെ ഇവിടെ വന്ന് ഹോളൊക്കെ വലിച്ചു വാരി വൃത്തിയാക്കാൻ हॉल साफ करना या चटाई बिछाना, ऐसा काम करेंगे? ഒന്നും നമ്മുടെ പണിയാണ്. हम नहीं करेंगे. നമ്മുടെ ജോലി എന്ന് പറയുന്നത് हमारा काम കൈയടിക്കൊന്നിരിക്കുക, തരുന്നത് കഴിക്കുക. यहाँ पे हाथ धो के आके बैठो, जो मिलेगा खाएंगे. ഈ പാവപ്പെട്ട മനുഷ്യൻ, ये जो दास थे, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഞാൻ അത് വായിച്ചു നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരാൾ പ്രസംഗിച്ചത് ഞാൻ കേട്ടത് കാര്യം പറയാം. किसी ने भाषण दिया था. 16 വർഷം ഒരു കംപ്ലൈന്റും കൂടാതെ ഈ ദൈവദാസന്മാരുടെ ഷൂ തുടച്ചു. 16 साल तक इनका जो जूता पॉलिश करते रहे. ഇദ്ദേഹം ഈ ഷൂ വെക്കുന്ന മുറിയിലായിരുന്നു കിടപ്പ്. जिस कमरे में ये जूते रखे जाते थे वहीं पे वो सोते भी थे. ഇദ്ദേഹം വേഗത്തിൽ ഈ ഷൂ എല്ലാം തുടച്ചു കഴിഞ്ഞിട്ട് ये सारे जूते साफ करने के बाद ബാക്കിയുള്ള സമയം പ്രാർത്ഥനയിലും ദൈവജന ധ്യാനത്തിലും സമയം കഴിച്ചുകൊണ്ട് बाकी समय प्रार्थना में और परमेश्वर का वचन ध्यान करने 16 में किया. വർഷക്കാലം ഈ ശാമുവേൽ സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞയാൾ ആരാധന പോലും ആർക്കും അറിയില്ല. 16 साल तक किसी को समझ में नहीं आया कि ये कौन है. എന്നാൽ ഒരു ദിവസം, ഈ 16 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവിടെ 16 വലിയൊരു ക്രൂസൈഡ് സംഘടിപ്പിച്ചു. 16 साल के बाद यहाँ पे एक क्रूसेड का स्थापना हुआ. വില്യം ബൂത്ത് ഒരു വലിയ ക്രൂസൈഡ് ഇംഗ്ലണ്ടിൽ സംഘടിപ്പിച്ചു. ലണ്ടനിലാണ് തോന്നുന്നു. लंदन में विलियम बूथ ने एक बड़ा क्रूसेड का आयोजन किया. ഓരോ ദിവസവും വലിയ പ്രസിദ്ധന്മാരായ കർത്തദാസന്മാർ വന്ന് പ്രസംഗിച്ചു. हर रोज वहाँ पे बड़े बड़े परमेश्वर के दास आके भाषण देते थे. ഏറ്റവും അവസാന ദിവസം ഏറ്റവും പ്രസിദ്ധനായ ഒരു ദൈവദാസനെ അവർ ക്ഷണിച്ചിരുന്നു. आखिरी दिन में एक बहुत बड़े परमेश्वर के दास को उन्होंने न्योता दिया था. എന്നാൽ അതിന്റെ തലേ ദിവസം വൈകിട്ട് ഒരു ടെലിഗ്രാം വന്നു, അദ്ദേഹത്തിന് വരാൻ സാധ്യമല്ല, വേറെ ആരെയെങ്കിലും അറേഞ്ച് ചെയ്യണം. लेकिन एक दिन पहले वहाँ पे एक तार आया कि वो नहीं आ सकते, किसी और को. വലിയ സമൂഹം, വലിയൊരു കൂട്ടം ആളുകൾ സംബന്ധിക്കുന്ന ഒരു വലിയ ക്രൂസൈഡാണ്. बहुत बड़ा एक समूह वहाँ पे आया हुआ है. वहाँ पे भाषण सुनने के लिए. വലിയ എക്സ്പെക്ടേഷനോടുകൂടിയാണ് ജനം കടന്നു വരുന്നത്. बहुत उम्मीद के साथ लोग वहाँ पे आए ഇതിനോട് हैं. പ്രസംഗിക്കാൻ തക്കതായ ഒരാളിനെ ബൂത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. वहाँ पे वो इतने बड़े समूह से भाषण देने के लिए किसको रखे करके അന്ന് समझ में नहीं आया. രാത്രിയും പിറ്റേന്ന് പകലും അദ്ദേഹം ദൈവത്തോട് വാദിച്ചുകൊണ്ടിരുന്ന കർത്താവേ, ആരെങ്കിലും അയക്കണം. वो पिछली रात को और उस दिन की सुबह पे परमेश्वर से विनती करते रहे कि किसी को भेजे. Praise the Lord. എന്നാൽ മീറ്റിംഗിന് കുറെ സമയം മുമ്പ് വരെ യാതൊരു ഉത്തരവും ദൈവത്തിന് ലഭിക്കുന്നില്ല. लेकिन मीटिंग से कुछ समय पहले तक भी कोई उत्तर नहीं आया. അതിന്റെ അല്പസമയം കഴിഞ്ഞപ്പോൾ, थोड़े समय के बाद ഈ മീറ്റിംഗിന്റെ സമയത്തോട് അടുത്തപ്പോൾ मीटिंग का भाषण देने का समय जब आ गया, ബൂത്തിനോട് പറഞ്ഞു, परमेश्वर ने विलियम बूथ से कहा, ഷൂ സൂക്ഷിക്കുന്ന മുറിയിൽ ഒരു മനുഷ്യനുണ്ട്, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. जूते संभालने का जो कमरा है उसमें वहाँ पे एक आदमी बैठा है, उसको लेकर आओ. നിങ്ങളുടെ ഷൂ തുടയ്ക്കാൻ ഏൽപ്പിച്ച ആ സഹോദരനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. जूते साफ करने का काम जिसको दिया है उसे बुला के लाओ. അവനായിരിക്കും പ്രസംഗിക്കുന്ന ദൈവനോട്. आज वो भाषण देगा करके कहा. വില്യം ബൂത്ത് ഭയപ്പെട്ടു പോയി. विलियम बूथ डर गए. തിയോളജി അറിയാൻ പാടില്ലാത്ത, जिसको कोई ज्ञान नहीं है, വിദ്യാഭ്യാസമില്ലാത്ത, अनपढ़ आदमी है, സാധാരണക്കാരായ ഒരു മനുഷ്യൻ, एक मामूली आदमी, ഷൂ തുടയ്ക്കുന്ന ഒരു സാധാരണക്കാരൻ उसको जूते साफ करने का काम दिया 50,000 है. ആളുകളോട് എങ്ങനെ സംസാരിക്കും? 50,000 लोगों से वो कैसे बात എങ്ങനെ करेगा? സുവിശേഷത്തിന്റെ മർമ്മം അവരോട് പറയും? सुसमाचार का रहस्य वो कैसे खोलेगा? അദ്ദേഹം ചെന്ന് വാതിലിന് കൊട്ടി. वहां पे जाके खटखटाए. അദ്ദേഹം ശമൂവേൽ പ്രിങ്കിളിനോട് പറഞ്ഞു, शमूएल प्रिंकल से कहा, ഇന്ന് രാത്രി നിങ്ങളാണ് പ്രസംഗിക്കുന്നത്, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. परमेश्वर ने मुझे आदेश दिया है कि आज तुम यहाँ पे भाषण दोगे. ചുരുക്കി പറയട്ടെ, छोटे में कहेंगे, ആ ശമൂവേൽ പ്രിങ്കിൾ शमूएल प्रिंकल വില്യം ബൂത്തിനോട് പറഞ്ഞു, विलियम बूथ से बोले, അങ്ങ് ഭയപ്പെടരുത്, आप घबराइए नहीं, അങ്ങ് വിഷമിക്കരുത്, आप चिंता मत ദൈവമാണ് कीजिए. പറഞ്ഞതെങ്കിൽ ദൈവം കാര്യം സാധിപ്പിച്ചോളും. अगर प्रभु ने कहा है तो प्रभु खुद संभाल लेंगे. ധൈര്യമായി മാത്രം ഇരിക്കാൻ. आप हिम्मत സമയമായപ്പോൾ समय हुआ. ശമൂവേൽ പ്രിങ്കിൾ എഴുന്നേറ്റ് നിന്നു. शमूएल प्रिंकल खड़े हुए, ദൈവസേനയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. प्रार्थना करना शुरू किया. ജനമെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി.
सारा समूह प्रार्थना करने ദൈവത്തിന്റെ लगा। വചനം പ്രസ്താവിക്കാൻ വായി തുറന്നപ്പോൾ वचन बोलने के लिए मुंह खोला तो 16 വർഷമായി താൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വചനം തുടിതുടിയായി തന്റെ നാവിലേക്ക് വരാൻ തുടങ്ങി. 16 साल तक जिस वचन का ध्यान किया वो एक एक करके मुंह में आने लगा। ജനത്തിനിടയിൽ വലിയ പാപബോധം ഉണ്ടായി. समूह में पाप का एक बहुत बड़ा बोध होने लगा। കുഞ്ഞുങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. आंसू बहा के उन्होंने वहां प्रार्थना किया। പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ प्रार्थना करके जब आंख खोली 10,000 സീറ്റിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. 50,000 लोग जो कुर्सियों में बैठे थे, कोई अपनी कुर्सी पे नहीं। എല്ലാവരും താഴെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുക. सबके सब घुटनों पे आके प्रार्थना कर रहे हैं। അവിടെ ഇല്ല. रोया नहीं, ऐसा एक आंख नहीं। ആരെ ദൈവത്തോട് നിലവിളിക്കാത്ത ഒരു വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നില്ല. परमेश्वर से याचना करने वाला एक व्यक्ति नहीं, ना करने वाला एक व्यक्ति नहीं। അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് छोटे काम में वो विश्वास योग्य थे। ദൈവനെ ശക്തമായി ഉപയോഗിച്ചു. परमेश्वर ने बहुत बलशाली रूप से उनका उपयोग किया। വില്യം ബൂത്തിന് ശേഷം विलियम बूथ के बाद അനേക വർഷങ്ങൾ कई सालों तक സാൽവേഷൻ ആർമിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിൽ ഇരുന്നുകൊണ്ട് साल्वेशन आर्मी के मुखिया बनकर ആ സഭയെ നയിക്കാൻ ദൈവത്തെ ഉപയോഗിച്ചു. उस कलसिया का नियंत्रण और उसका संचालन करने का काम उनको दिया गया। അല്പത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ छोटे काम में विश्वास योग्य रहे तो ഏറ്റവും ധൈര്യമുള്ളവരായി നമ്മെ തീർക്കാൻ ദൈവം വിശ്വസ്തനാണ്. बहुत हिम्मत वाले बनाने में परमेश्वर विश्वास योग्य है। ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാണോ? छोटे में विश्वास योग्य है क्या? വായിച്ച് നന്നായി ശുശ്രൂഷ ചെയ്യുന്നിട്ടുള്ളവർ अच्छी तरह सेवकाई करने वाले, See, for they that have used the office of the deacon will purchase to themselves a good degree. क्योंकि जो सेवक का काम अच्छी तरह से कर सकते हैं वे अपने लिए अच्छा पद और इस विश्वास में जो ये मसीह यीशु पर है बड़ा साहस प्राप्त करते हैं। ആ ലോകത്തിന്റെ ഡിഗ്രി അല്ല കേട്ടോ. संसार का डिग्री नहीं, എംപിലും PhD ഒന്നും അല്ല, एमफिल या पीएचडी नहीं, MBBS അല്ല, एमबीबीएस भी नहीं, വേറെ ഒരു ഡിഗ്രിയും അല്ല. और कोई डिग्री नहीं। This is another kind of degree ये एक अलग ही पद है। which makes you as bold as a lion. ये आपको एक शेर के समान हिम्मत देता है Great boldness. और बड़ा हिम्मत, We get great boldness बड़ा हिम्मत to speak the word of God. कि हम परमेश्वर का वचन बोल पाए। വലിയ ധൈര്യം നമുക്ക് നൽകി തരും. बड़ा हिम्मत मिलेगा। ഏലിയ ഒരു സാധാരണ മനുഷ്യനാണ്. एलिया एक मामूली मनुष्य थे। ഒരു സാധാരണ തിസ്ബിനായ ഏലിയ എന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ പേര്. तिशबी के मेल एलिया करके नाम था। സാധാരണമായ മനുഷ്യൻ. एक मामूली യാക്കോബ് मनुष्य। പറയുന്നവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി. याकूब बोलते हैं उनका स्वभाव हमारे जैसा ही था, ആഹാബ് രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് लेकिन अहाब राजा के सामने खड़े होकर ഞാൻ പറയുമ്പോഴും ദേശത്ത് മഴ പെയ്യില്ലെന്ന് ധൈര്യത്തോടെ പറഞ്ഞു. अब जब तक मैं न बोलूं इस देश में बारिश नहीं होगी कहा। ഹല്ലേലൂയ. हालेलुया। അതുപോലെ തന്നെ ऐसा इतना ही नहीं, നാബോത്തിന്റെ തോട്ടം എടുത്തപ്പോൾ തോട്ടം താൻ തനിക്കായിട്ട് എടുത്തപ്പോൾ अहाब राजा ने नाबोत का बगीचा जब अपने लिए छीन लिया, യാഹാബിനെ നേരിട്ടവൻ अहाब के सामने जाके खड़े हुए, യാക്കോബിന്റെ രക്തം നക്കിയ സ്ഥാനത്ത് നായ്ക്കൾ നിന്റെ രക്തവും നക്കുമെന്നവനോട് ധൈര്യമായി പറഞ്ഞവൻ. नाबोत का लहू जहाँ पे कुत्तों ने चखा था उसी जमीन पर तेरा लहू भी चखा जाएगा। ഇസ്രായേലിനെ മുഴുവനും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടി इसराइल को पूरा करमेल के पहाड़ पर इकट्ठा किया, ദൈവത്തിന്റെ അഗ്നി അവിടെ വരുത്തിയവൻ, परमेश्वर की आग नीचे लेकर आए ഇസ്രായേലിന്റെ ഹൃദയത്തെ മടക്കി വരുത്തിയവൻ और इसराइल के हृदय को लौटा के लाए। ഒരു സാധാരണ മനുഷ്യനായിരുന്നു. वो एक मामूली मनुष्य थे। നാല് വെട്ടുക്കിളിയും കാടുവേലും തിന്നുന്നവൻ കളിക്കുന്നവനായിരുന്നു. वो टिड्डियों को और जंगली शहद खाते थे, തോല് കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നവനായിരുന്നു. चमड़े का वस्त्र पहनते थे। ഈ വാസ് എ കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യനായിരുന്നു. वो एक मामूली मनुष्य थे। എന്താണ് അവനെ അസാധാരണനാക്കിയത്? क्या बात थी जो उसको असाधारण बना അവനിൽ दी? വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി उनमें काम करने वाला पवित्र आत्मा का बल അതവനെ അസാധാരണനാക്കി മാറ്റി. वो उनको असाधारण बनाता था। ഏതൊരു വ്യക്തിയെയും അസാധാരണരാക്കി മാറ്റുന്നത് किसी भी व्यक्ति को असाधारण बनाने वाले ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. परमेश्वर की आत्मा है। वो എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. इब्रानी 3:6 Hebrews 3:6 and 14 and 10:35. ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യം പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. परंतु मसीह पुत्र के समान परमेश्वर के घर का अधिकारी है और उसका घर हम हैं। यदि हम साहस पर और अपनी आशा
के घमंड पर अंत तक दृढ़ता से स्थिर रहें। If we hold fast the confidence or boldness and the rejoicing of the hope firm unto the end, if we do that, हालेलुया। നാം ഈ ധൈര്യവും പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ടാൽ अगर इस आशा और हिम्मत साहस को हम दृढ़ता से पकड़े रहें, നാം ദൈവത്തിന്റെ ഭവനക്കാരായി മാറും, ദൈവത്തിന്റെ ഭവനമായി മാറും. तो हम परमेश्वर का घर बनेंगे। ഇത് അവസാനത്തോളം മുറുകെ പിടിക്കണം. इसको अंत तक दृढ़ रखना है। ധൈര്യം വിട്ടുകളയരുത്. अपनी हिम्मत को नहीं छोड़ना। പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ധൈര്യം ഒരിക്കലും വിട്ടുകളയരുത്. पर पवित्र आत्मा जो या हिम्मत साहस हमको देती है, उसको छोड़ना नहीं है। ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധാത്മാവ് സ്വയം ഒരു വളരെ വളരെ എന്താ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയാം, ഒരു ടിമിഡ് ബേർഡ്. ഹോളി സ്പിരിറ്റ് came upon Jesus as a timid bird. पवित्र आत्मा यीशु मसीह के ऊपर एक मामूली पक्षी के रूप में आए। മാമൂലി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, വളരെ ടിമിഡായ, एक कोमल, പേടിപ്പിച്ചാൽ ഓടിപ്പോകുന്ന ടൈപ്പ്, एक कोमल पक्षी के समान आए। ഒരു വളരെ കുറുംപ്രാവായിട്ട്, ഒരു ചെറിയ പ്രാവായിട്ടാണ് തന്നെ. एक കബൂതർ कबूतर के रूप में സമാനം. आए। हालेलुया। See, though it's a gentle bird, वो एक बहुत ही कोमल पक्षी है। but when it comes upon a person, वो जब एक किसी व्यक्ति के ऊपर आए, it makes him as bold as a lion. वो उसको एक शेर के समान हिम्मत वाला बनाते हैं। എന്തുകൊണ്ടാണ് യേശുവിനെ യഹൂദ വംശത്തിന്റെ സിംഹം എന്ന് പറഞ്ഞിരിക്കുന്നത്? क्या कारण है कि यहूदा वंश के सिंह कहलाए? യേശുവിനെ കുറിച്ച് പറയുകയാണ്, उनके बारे में कहा है യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. वो यहूदा गोत्र के सिंह है। പക്ഷേ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെ കാണാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ जब यहूदा गोत्र के सिंह को देखने के लिए जब वो योहना पलट के देखे, എന്താ കണ്ടത്? उन्होंने क्या देखा? അറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാണ്. एक बलि चढ़ाया हुआ एक मेमना, ഒരു ചെറിയ കുഞ്ഞാടിനെയാണ് അവിടെ കാണുന്നത്. एक छोटे से मेमने को പക്ഷെ देखा। അവന്റെ പേരെന്താണെന്നറിയാമോ? मगर उस मेमने का नाम क्या है? യഹൂദ ഗോത്രത്തിന്റെ സിംഹം. वो यहूदा गोत्र का सिंह। എങ്ങനെയാണ് അവൻ സിംഹമായി മാറിയതെന്നറിയാമോ? सिंह कैसे हुआ? ഈ ആത്മാവ് അവന്റെ മേലുള്ളതുകൊണ്ട്. ये आत्मा उनके ऊपर आई। പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നപ്പോൾ पवित्र आत्मा उन पर जब आई, അവൻ ധൈര്യശാലിയായി, वो हिम्मत वाले हो गए। ഹല്ലേലൂയ, ഒരു സിംഹം പോലെയായി മാറി. वो एक शेर बन गए। ഹല്ലേലൂയ. हालेलुया। അതാണ് നമ്മൾ വായിച്ചത്. വൈ हमने Proverbs पढ़ा। 28:1. प्रभु What did we read in Proverbs 28:1? 28 में हमने क्या पढ़ा? വളരെ സിംഹം പോലെ, ഹല്ലേലൂയ, നിർഭയമായിരിക്കും. हालेलुया। As bold as a lion. एक सिंह की तरह निडर होंगे। Hallelujah. हालेलुया। Are we like that? क्या हम ऐसे हैं? നമ്മൾ നിർഭയമാണോ? क्या हम निडर हैं? രാത്രി ഞെട്ടി ഉണരുന്നവരുണ്ട്, പേടിച്ച് തന്നെ കിടക്കാൻ പേടിയുള്ളവരുണ്ട്. अंधेरे में रात को सब अकेला सोने से डरने वाले लोग हैं। പേടിയുടെ കാരണം എന്താണെന്നറിയാം? ये डर आता क्यों? സകല ഭയത്തിന്റെയും പിന്നിൽ വ്യാപരിക്കുന്നത് सभी डर के पीछे जो काम करता है, ഭയത്തിന്റെ ആത്മാവ്. डर की आत्मा है। അതിനുള്ള ഇലാജ് എന്ന് പറയുന്ന അതിനുള്ളതായ പ്രതിവിധി എന്ന് പറയുന്നത് उसका इलाज जो है, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, पवित्र आत्मा को पाए, പരിശുദ്ധാത്മാവിനെ നിറയുക. पवित्र आत्मा से भर जाए, സകല ഭയവും അത് മാറ്റിത്തരും. वो सारा डर निकाल നിങ്ങളുടെ देगा। ജീവിതത്തിൽ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ आपके जीवन में अगर कोई डर है तो പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പ്രാപിക്കുക. पवित्र आत्मा के लिए प्रार्थना करके पाए। അത് നമ്മളെ ബോൾഡാക്കി തീർക്കും, ധൈര്യശാലികളാക്കി തീർക്കും. वो हमको हिम्मत वाले बनाएंगे। എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. इब्रानी 3 का 14। ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ ആ. ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരും. Yes. क्योंकि हम मसीह के भागीदार हुए हैं, ആ. यदि हम अपने प्रथम भरोसे पर अंत तक दृढ़ता से स्थिर रहें। ഇവിടെ കോൺഫിഡൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. यहाँ पे പക്ഷെ അത് രണ്ടും ഗ്രീക്കിൽ ഒരേ വാക്ക് തന്നെ. ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ഇസ് ദ സെയിം വേർഡ് ഇൻ ഗ്രീക്ക്. यहाँ पे दृढ़ता शब्द का इस्तेमाल हुआ है। We hold the beginning of our confidence till the very end. Steadfast. अपने प्रथम भरोसे पर अंत तक दृढ़ता से स्थिर रहे करके कहा है। ധൈര്യം വിട്ടുകളയരുത്. हिम्मत को छोड़ना नहीं है। ഹല്ലേലൂയ. മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും बाकी चाहे कुछ भी छूट जाए, പലതും നഷ്ടപ്പെടുന്നിരിക്കുന്നു. बहुत कुछ छूट പക്ഷെ जाएगा, നമ്മുടെ ധൈര്യം നഷ്ടപ്പെടും. लेकिन हिम्मत नहीं ഒരു छूटेगी। ധൈര്യശാലിയുടെ മുമ്പിൽ നിൽക്കാൻ സാത്താന് ധൈര്യമില്ല. क्योंकि एक हिम्मत वाले के सामने शैतान खड़ा नहीं रहेगा। കഴിഞ്ഞ രാത്രി നമ്മളൊരു ദൈവദിനം കേട്ടു.
पिछली रात को एक वचन सुना, എന്തായിരുന്നു ആ വചനം? क्या था वो? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ अगर परमेश्वर हमारे साथ है നമുക്ക് പ്രതികൂലം ആര്? तो हमारे खिलाफ कौन होगा? ഒരൊറ്റ വചനം കൊണ്ട് നമ്മൾ അത്ര ധൈര്യവാന്മാരാകണം. ये एक वचन सुन के कितनी If ज्यादा God हिम्मत होनी is चाहिए। for us, अगर प्रभु हमारे साथ है, how many of you believe that God is for us? कितने लोग विश्वास करते हैं कि എത്ര പേര് परमेश्वर साथ വിശ്വസിക്കുന്നുണ്ട് है? ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്? कितने लोग विश्वास करते हैं कि परमेश्वर हमारे साथ है? ചിലർക്ക് അനുകൂലം അല്ലെന്ന് തോന്നുന്നു. कुछ लोगों को लगता है कि नहीं होंगे साथ। कुछ लोगों का हाथ ദൈവം नहीं നിങ്ങൾക്ക് उठा। അനുകൂലമാണോ? क्या परमेश्वर ദൈവം साथ है? അനുകൂലമായവരുടെ കരം നോക്കിക്കേ. जरा हाथ उठाइए जो सो Hallelujah. God is for us. अगर परमेश्वर साथ है Who can be against us? तो हमारे विपरीत कौन होगा? Say that boldly. हिम्मत से बोलिए ആരോടൊന്ന് പറഞ്ഞേ. हालेलुया। ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ अगर परमेश्वर साथ है എനിക്ക് പ്രതികൂലമാര്? तो हमारे खिलाफ कौन If होगा? God is for me, अगर प्रभु साथ है who can be against me? तो हमारे विपरीत कौन होगा? Hallelujah. हालेलुया। No one can be against me. कोई हमारे खिलाफ नहीं खड़ा हो അതിന്റെ सकता। അർത്ഥം यही है उसका എനിക്ക് मतलब। പ്രതികൂലം നിൽക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. किसी की हिम्मत नहीं होगी കാരണം ദൈവം എനിക്ക് അനുകൂലമാണ്. क्योंकि परमेश्वर साथ है। Hallelujah. हालेलुया। 2 കൊരിന്ത്യർ 5-ാം അധ്യായം എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാം വാക്യം. इब्रानी 10 का 10:35. 35। അതുകൊണ്ട് മഹാപ്രതികൂലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആ. വായിച്ചോ. इसलिए अपना हियाव न छोड़ो क्योंकि उसका प्रतिफल बड़ा है। അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്? इसके लिए क्या कहा है? നമ്മുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം हमारा बड़ा प्रतिफल वाला हिम्मत തള്ളിക്കളയരുത്. उसको छोड़ो मत। ജീവിതത്തിലെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. जीवन के किसी भी अवस्था में अपना हिम्मत मत छोड़ो, അതിന് വലിയ പ്രതിഫലം ദൈവം നൽകി. उसका प्रतिफल बड़ा है। ധൈര്യത്തോടെ മുന്നോട്ട് പോകും സഹോദരന്മാരെ. हिम्मत के साथ आगे बढ़ो, ഭയപ്പെടരുത്. डरो मत, ഭ്രമിച്ചു നോക്കരുത്. डर के पीछे मत ഈശ്വരൻ पड़ो। ഒരുപാട് കാര്യങ്ങൾ നമുക്കെതിരെ കൊണ്ടുവന്നില്ല. शैतान कई अवस्थाएं लाएगा, ഒത്തിരി നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരും. हमारे मन को कमजोर करेगा, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എതിരായിട്ട് വരും. हमारे खिलाफ काफी सारी बातें लाएगा। Praise the Lord. हालेलुया। കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, यीशु मसीह को इनकार करने वाले पतरस, യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ, രണ്ട് ശിഷ്യന്മാരാണ് യേശുവിന് വിരോധമായി. दो चेले हैं जिन्होंने यीशु मसीह के खिलाफ काम किया। जो एक जो पतरस थे जिन्होंने इनकार किया और दूसरे जिन्होंने उनको पकड़वाया। പണത്തോടുള്ള ആഗ്രഹം നിമിത്തം യൂദ യേശുവിനെ കാണിച്ചു കൊടുത്തു. पैसे की लालच के कारण यूदा ने यीशु मसीह को पकड़वाया। Praise the Lord. हालेलुया। എന്നാൽ പത്രോസ് लेकिन पतरस ഈ യഹൂദ അധികാരികളുടെ മുമ്പിൽ अधिकारियों के सामने ഭയപ്പെട്ടു പോയി. उड़र गया। യേശുവിനെ റാഗി ആണയിട്ട് തള്ളി. यीशु मसीह को श्राप देके इनकार करके चले गए। Praise the Lord. हालेलुया। എന്നാൽ ഇസ്കറിയോത്ത യൂദ അവന് മടങ്ങി വരാൻ കഴിഞ്ഞില്ല. लेकिन जो इस्करियोता यूदा था वो वापस नहीं आ पाया। അവന് മടങ്ങി വരാൻ കഴിയാത്തതിന്റെ കാരണം वो वापस न आ पाने का कारण അറിയാൻ ധൈര്യമുള്ളവരാരും ആത്മഹത്യ ചെയ്യുന്നില്ല. हम जानते हैं जिनमें हिम्मत होती है वो आत्महत्या नहीं करते। എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അറിയാമോ? हम आत्महत्या क्यों करते हैं? ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. जीवन का सामना करने का हिम्मत नहीं, മുന്നോട്ടുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ല. सामने के जीवन को सामना करने का हिम्मत नहीं। അങ്ങനെയുള്ളവർ മാത്രമേ ആത്മഹത്യ ചെയ്യാറുള്ളൂ. वो लोग जाके आत्महत्या करते हैं। എന്നാൽ പത്രോസ് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ചിന്തിച്ചില്ല. लेकिन पतरस ने आत्महत्या के बारे में नहीं सोचा। അവൻ തള്ളി പറഞ്ഞത് ശരിയാണ്. उसने इनकार किया, सच है, പക്ഷെ അതിന്റെ പരിണിത ഫലമെന്ന് പറയുന്നത് लेकिन उसका जो प्रतिफल हुआ, യേശു അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ यीशु मसीह ने जब मुड़ के उन्हें देखा, അവൻ കർത്താവിന്റെ സന്നിധിയിൽ പൊട്ടി തകർന്നു. उनका हृदय टूट गया। അവന്റെ ഹൃദയം തകർന്നവൻ നിലവിളിച്ച് ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. हृदय टूट कर वो माफी मांग कर रोए। അവൻ ധൈര്യം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. उनकी हिम्मत नहीं टूटी। ദൈവം ധാരാളം ക്ഷമിക്കുന്നതിനുള്ള ധൈര്യം അവന്റെ ഉള്ളിലുണ്ടായിരുന്നത് यीशु കൊണ്ട് मसीह प्रभु ये क्षमा करते हैं करके वो विश्वास उनमें था, അവൻ മടങ്ങി വന്നു. वो लौट के आए, അവന് വീണ്ടും മടങ്ങി വരാൻ സാധിച്ചു. वो लौट के आ पाए। സഹോദരന്മാരെ, നമ്മുടെ ധൈര്യം നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. हमारी हिम्मत को कभी इनकार न करें। 2 കൊരിന്ത്യർ 5:6. दूसरा कुरिन्ती 5:6। 5:6. 2 Corinthians 5:6. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ആ. ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അതിന് പരദേശികളായിരിക്കുന്നുവെന്നറിയും. Yes. अतः हम सदा ढाढ़स बांधे रहते हैं
और यह जानते हैं कि जब तक हम देह में रहते हैं तब तक प्रभु से अलग है। Hallelujah. Therefore, we are always confident. Paul is telling we are always confident. प्रेरित पौल कहते हैं हम हमेशा ढाढ़स में रहते हैं, ഞങ്ങൾ അധൈര്യപ്പെടത്തില്ല. हम अधैर्य नहीं पाते। ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നത് हम शरीर में रहते हैं, അവരോട് അകന്ന് ഈ ഭൂമിയിൽ ശരീരത്തിൽ വസിക്കുമ്പോൾ प्रभु से अलग होके इस संसार में जब जीते हैं, ആത്മാവിൽ മാത്രമേ ഉള്ളൂ കർത്താവുമായുള്ള ബന്ധം. आत्मा से ही परमेश्वर से संगति होती ശരീരം है। ഭൂമിയിലാണ് വസിക്കുന്നത്. शरीर में संसार में ഈ जीते हैं, ശരീരത്തോട് വസിക്കുമ്പോൾ इस शरीर में जब वास करते हैं absent from the Lord. हम In the परमेश्वर body. से शारीरिक रूप से हम प्रभु से अलग But हैं, we need not fear. लेकिन डरने की जरूरत नहीं। എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടേണ്ടാത്തത്? क्यों हमको डरना नहीं है? We are always confident. हम हमेशा हिम्मत से रहते हैं। Why we are so confident? इतनी हिम्मत क्यों है हमें? Because we know whom we have believed. क्योंकि हम जानते हैं कि विश्वास किस पे करते हैं। പറയുന്ന ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. प्रेरित पौल कहते हैं कि मैंने किस पे विश्वास किया ये मैं जानता हूँ। നമുക്ക് എത്ര പേർക്ക് അറിയാം? हमें से कितने लोग जानते हैं? നമുക്ക് എത്ര പേർക്ക് നമ്മൾ ആരെ വിശ്വസിച്ചു അറിയാം? हमें से कितने लोग जानते हैं कि हम किस पे विश्वास करते हैं? Praise the Lord. हालेलुया। ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് मसीह जीवन मतलब ഒഴുക്കില്ലാത്ത ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയല്ല. बिना बहाव के एक बंधा हुआ पानी का स्रोत नहीं है। ഇത് ഒഴുകുന്ന വെള്ളം പോലെയാണ്. ये एक बहने वाला पानी है। ഒഴുക്കതിനകത്തുണ്ട്. जीवन का बहाव है उसमें। സമൃദ്ധിയായ ജീവന്റെ ഒഴുക്കതിനകത്തുണ്ട്. जीवन का बहाव है उसमें। അതിനകത്ത് ലൈഫുണ്ട്. उसमें जीवन है। ജീവനുണ്ട് ദൈവത്തില്. जीवन है उसमें। ദൈവികമായ ജീവനാണ് നമുക്ക് ധൈര്യം തരുന്നത്. आत्मिक जीवन प्रभु से मिलता है, നമുക്ക് ഉറപ്പ് തരുന്നത്. वो हमको हिम्मत देता है। Praise the Lord. हालेलुया। അതുപോലെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ധൈര്യവും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. और परमेश्वर की संगति में आने का हिम्मत पवित्र आत्मा हमको देती है। സമയം പോയി ഞാൻ ദൈവത്തിൽ പറയട്ടെ. समय गया, जल्दी बोलेंगे। ദൈവ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് कि परमेश्वर का संगति मतलब നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഈ ഹോളാ, ഇതൊരു ഹോളാ, ഇതിനകത്ത് കർട്ടനുണ്ട്, ഇതിനകത്ത് ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്. हमारे हिसाब से ये एक हॉल है, यहाँ पे लाइट है, पंखे चल रहे हैं या कर्टन है। ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ നമ്മൾ നോക്കുന്നത്? क्या हम यही देखते हैं? അതോ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം या यहाँ पे जो परमेश्वर का संगति है वो देखते हैं? എന്താണ് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്? यहाँ हमको आकर्षित क्या करता है? ബൈബിൾ പറയുന്നത്, बाइबल कहता है, യേശു പറഞ്ഞത്, यीशु ने कहा, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. 2 या 3 लोग जहाँ मेरे नाम पे इकट्ठा होते हैं उनके बीच में मैं हूँ। ഹല്ലേലൂയ. हालेलुया। ഇതെത്ര ദൈവങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? കൂടി വരുന്നിടത്ത് കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടെങ്കിൽ अगर जहाँ हम इकट्ठे होते हैं वहाँ प्रभु हमारे बीच में है, അവന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഭയം, ഒരു ആത്മഭയം തരണം. उनका संगति हमारे बीच में एक आत्मिक भय लाना चाहिए। ദൈവം ഇറങ്ങി വന്ന ആ സീനായി മലയിൽ प्रभु उतर के आए उस सिनाई के पर्वत पर, മോശ കയറിപ്പോയതായി നമ്മൾ വായിക്കുന്നു. मूसा चढ़ के गए करके हमने മോശയെ पढ़ा। കുറിച്ച് എഴുതിയിരിക്കുന്ന ഇബ്രായ ലേഖനക്കാരൻ എഴുതിയിരിക്കുന്നത്, इब्रानी में मूसा के बारे में लिखा है, ഞാൻ ഭയന്നു വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആ കാഴ്ച അത്ര ഭയങ്കരമായിരുന്നു എന്നാണ് പറയുന്നത്. मैं डर के कांपता हूँ बोलने लायक वो दृश्य इतना भयभीत करने वाला था। വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു. घर जाके पढ़िए ഇബ്രായ ലേഖനം 12-ാം അധ്യായം इब्रानी का 12वां अध्याय 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 18 से लेके 24 तक के वचन। Hebrews 12:18-24. इब्रानी 12 का 12 verse 18, 18-24, Hallelujah. 18-24. 12 का 18 से 24 നല്ലപോലെ വായിച്ച് ധ്യാനിക്കണം. अच्छी तरह पढ़ के നമ്മൾ ध्यान करें। വന്നിരിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നതാണ്. हम आए करके लिखा നമ്മൾ है, അവിടെ വന്നിരിക്കുക. हम वहाँ आए। എവിടാ നമ്മൾ വന്നിരിക്കുന്നത്? कहाँ आए? ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും स्वर्गीय यरूशलेम जो जीव परमेश्वर का नगर है, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും कई लाखों हजारों जो स्वर्ग दूत है वहाँ पे, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും और स्वर्ग में नाम लिखे हुए पहलोटे कलसिया का, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും नए नियम का मध्यस्थता करने वाले यीशु मसीह, ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും हाबेल के लहू से भी बढ़कर बात करने वाले पवित्र लहू, God is an awe-inspiring being. Please remember that. क्योंकि परमेश्वर एक आश्चर्य रूपी एक भयभीत होने वाला, ऐसा भयभीत दिलाने वाला परमेश्वर. He is an awe-inspiring God. वो एक आश्चर्यचकित करने वाले അവന്റെ परमेश्वर है। സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് उनका संगति हमारे जीवन में ഭയമുളവാക്കുന്നില്ലെങ്കിൽ अगर भय नहीं लाता तो നമ്മുടെ ഭക്തി ശരിയായ ഭക്തിയാണോ എന്ന് ചോദന. हमारी भक्ति सच्ची भक्ति है या नहीं
ये जरा फर्क ദൂതന്മാര് ദൈവസന്നിധിയിൽ ശക്തന്മാരായ ദൂതന്മാർ നിൽക്കുന്ന എങ്ങനെയാണെന്നറിയാം. बलशाली स्वर्ग दूत उनके सामने कैसे खड़े होते हैं. സെറാഫുകളും കെരൂബുകളും ദൈവസന്നിധിയിൽ നിൽക്കുന്ന എങ്ങനെയാണെന്ന് सराफ और केरूब उनके सामने कैसे खड़े होते हैं. 6 ചിറകുള്ള ശ്രേഷ്ഠന്മാരായ ജീവികൾ, 6 पंख होते हैं उनके. ആ ശ്രേഷ്ഠന്മാരായ ജീവികൾ, इतने these श्रेष्ठ excellent जीव, beings, इतने श्रेष्ठ जो जीव हैं, അവർ രണ്ടുകൊണ്ട് നിങ്ങളുടെ പാദം മൂടും, 2 से अपने पैरों को രണ്ട് ढकते हैं, ചിറകുകൊണ്ട് നിങ്ങളുടെ പാദം മൂടും, 2 पंखों से पैर ढकते हैं, 2 ചിറകുകൊണ്ട് നിങ്ങളുടെ മുഖം മൂടും. 2 से अपने चेहरे को ढकते എന്ന് हैं. പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ മുഖം കാണാനോ ദൈവ തേജസ്സിനെ അഭിമുഖീകരിക്കാനോ കഴിയാതെ വണ്ണം തങ്ങളെ തന്നെ മറച്ചാണ് അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. परमेश्वर की संगति के सामने उनके उस तेज का सामना न कर पाने लायक अपने आप को ढक के रखते हैं എന്നാൽ രണ്ടുകൊണ്ട് പറക്കും. और 2 से उड़ते हैं. With 2 wings they fly. 2 पंखों से वो उड़ते And हैं. then one to another they say एक दूसरे से वो continuously. बोलते रहते हैं. Continuously they say one to another. वो बोलते रहते हैं. എന്താണ് പറയുന്നത്? क्या बोलते What हैं? they say one to another. एक दूसरे से क्या बोलते हैं? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നവര് ആർത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. सेनाओं का यहोवा पवित्र है, पवित्र है, पवित्र है. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് വരാനുള്ള ധൈര്യമാണ് ദൈവം തന്നത്. उस परमेश्वर की संगति में आने का हिम्मत प्रभुओं को देते हैं. എബ്രായലേഖനം 4:16 കുറിച്ചിടാൻ ആഗ്രഹിക്കുന്നവർ കുറിച്ചിടാൻ വേദന വാക്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കും. इब्रानी Hebrews 4:16 4:16. and then Ephesians 3:12. Hebrews 4:16, Ephesians 3:12. इफिसियों 3:12. 4:16. Let us therefore come boldly into the throne of grace that we may obtain mercy and find grace to help in the time of need. इसलिए हम हियाव नहीं छोड़ते, यद्यपि हमारा बाहरी मनुष्यत्व नष्ट होता जाता है. 16. Hebrews 4:16. You are reading some of it. See, അതുകൊണ്ട് കരുണലിപ്പാനും തത്സമയ സഹായത്തിനുള്ള കൃപ വായ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് इसलिए आओ हम अनुग्रह के सिंहासन के निकट हियाव बांध कर चले कि हम पर दया हो और वह अनुग्रह पाए जो आवश्यकता के समय हमारी सहायता करते हैं. Ephesians 3:12. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് ദൈവസന്നിധിയിലേക്ക്. In whom we have boldness and access with confidence by the faith of him. इफिसियों 3:12. जिसमें हमको उस पर विश्वास करने से साहस और भरोसे के साथ परमेश्वर के निकट आने का अधिकार है. നമുക്ക് ധൈര്യവും പ്രവേശനവും യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം സാധിപ്പിച്ചതിരിക്കും. हमें यीशु मसीह के लहू के द्वारा उनके निकट आने का अधिकार है. ഈ ധൈര്യം നമ്മുടെ ഉള്ളത്തിലേക്ക് ശുശ്രൂഷിച്ചു തരുന്ന അല്ലെങ്കിൽ പകർന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ്. पवित्र आत्मा ही ये हिम्मत हमको हमारे अंदर देती The है. Holy Spirit is the one who gives us boldness हमको हिम्मत देने वाली पवित्र आत्मा है when we come into the presence of God. जब उनकी संगति में आपके निकट आते हैं. ഇബ്രാഹിലേഖനം 10:19 വാക്യം. Hebrews 10:19. 10 का इब्रानी 10:19. Hebrews 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, ആ. യേശു തന്റെ ദേഹമെന്ന ആ താഴോട്ട് വായിക്കുമ്പോഴറിയാം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് having therefore brethren boldness to enter into the holiest by the blood of Jesus. इसलिए हे भाइयों, जब हमें यीशु के लहू के द्वारा उस नए और जीवते मार्ग से पवित्र स्थान में प्रवेश करने का हियाव हो गया है. യേശുവിന്റെ രക്തത്താൽ यीशु मसीह के लहू के द्वारा ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ परमेश्वर की संगति में प्रवेश करने का ധൈര്യം തരുന്നത് हमको हिम्मत मिला है. യേശുവിന്റെ രക്തമുഖാന്തരമാണ് നമുക്ക് ധൈര്യം. यीशु मसीह के लहू के द्वारा. 4:17 വായിച്ചിരിക്കാം. पहला यूहन्ना 4:17. 4:17. 1 John 4:17. पहला यूहन्ना 4:17. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ലോകത്തിലിരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിലിരിക്കുന്നു. इसी से प्रेम हमसे सिद्ध हुआ कि हमें न्याय के दिन हियाव हो, क्योंकि जैसा वह है वैसे ही संसार में हम भी हैं. ന്യായവിധിയുടെ ദിവസത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ എവിടെയാ ധൈര്യം? न्याय के
दिवस परमेश्वर की संगति में कहाँ खड़े होने का हियाव है? ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? परमेश्वर की संगति में खड़े होने का हिम्मत कैसे मिलता है? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്ന ദൈവ സ്നേഹത്താലാണ് ഈ ധൈര്യം നമുക്ക് ലഭിക്കുന്നത്. पवित्र आत्मा ने हमारे अंदर जो परमेश्वर का प्रेम दिया है उसके द्वारा ये होता है। ന്യായവിധിയുടെ ദിവസമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? न्याय विधि का दिन है, ये कितने लोग विश्वास करते हैं? എല്ലാവരും ന്യായവിധിയുടെ ദിവസത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കണം. उस सिंहासन के सामने न्याय के दिवस पे हमको खड़ा होना होगा। സിംഹാസനത്തിന് വ്യത്യാസമുണ്ട്, सिंहासन में बदलाव होगा, എന്നാൽ ന്യായവിധി എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. लेकिन न्याय विधि का दिन It's a है। day of judgment. न्याय विधि का दिन है। Everyone has to come before either the throne of the Lord Jesus Christ, हर किसी को परमेश्वर के ക്രിസ്തുവിന്റെ सिंहासन, ന്യായാസനം, मसीह के सिंहासन के सामने खड़ा होना होगा। ഇല്ലായെങ്കിൽ അവസാനമായ ഒരു വെള്ളസിംഹാസനം അതിന്റെ മുമ്പാകെ നിൽക്കണം. नहीं तो आखिर में एक सफेद सिंहासन है, उसके सामने खड़ा होना ആ होगा। ന്യായവിധിയുടെ ദിവസത്തിൽ न्याय विधि के दिन നമുക്ക് എങ്ങനെ ധൈര്യം? हमको हिम्मत कैसे How मिलेगी? can we stand boldly on the day of judgment? हम हिम्मत के साथ कैसे खड़े होंगे? Hallelujah. हालेलुया। Only boldness is जो इकलौता हिम्मत है that He loved us. कि उन्होंने हमसे प्रेम किया Gave His love into our heart through the Holy Spirit. और पवित्र आत्मा के द्वारा अपना प्रेम हमारे अंदर दिया। ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. परमेश्वर ने हमसे प्रेम किया, ये हमारा हिम्मत है। ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. न्याय विधि सुनकर डरने की जरूरत नहीं। ഏതൊരു വ്യക്തിക്കും ഭയമുണ്ടാക്കും വിധിയുടെ ദിവസം. विधि का दिन सबको डर लगता है, എല്ലാവരും പേടിയാ. सबको डर लगता है। ലോകത്തിലൊരു കേസ് ഉണ്ടെങ്കിൽ ആ വിധിയുടെ ദിവസം എല്ലാവർക്കും ടെൻഷനാ. किसी कोर्ट में अगर हमारा कोई केस चल रहा है तो जिस दिन न्याय का दिन है उस दिन सबको डर लगता है। എന്നാൽ ന്യായവിധിയുടെ ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് न्याय के दिन हिम्मत होने के लिए ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ള വാസ്തവം प्रभु ने हमसे प्रेम किया, यही सत्य है। പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിട്ട് पवित्र आत्मा हमको याद कराएगी। We are the children of His love. हम उनकी हिम्मत उनके प्रेम के बच्चे संतान हैं, അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമുള്ളത്. इसीलिए हिम्मत है। ദൈവത്തിലെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, हम आंखें बंद करेंगे, നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करेंगे। ഈ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകാം. ये हिम्मत हमारे अंदर से अलग ना हो। പരിശുദ്ധാത്മാവ് ഈ ധൈര്യം നമ്മുടെ ഹൃദയങ്ങളിൽ പിന്നെയും പകർന്നു തരേണ്ടതിന് पवित्र आत्मा ये हिम्मत हमें अंदर दे। ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാൽ. सब प्रार्थना करें। മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. वहाँ प्रतिफल देने वाला परमेश्वर का ये हिम्मत, हम पवित्र आत्मा का हिम्मत हमसे अलग ना हो। കർത്താവേ, നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. बहुत हिम्मत और हियाव के साथ रहे, എന്നെ സഹായിക്കണമേ. हमें मदद करें। യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम से प्रार्थना करते हैं। ദൈവമേ, आमीन।